സോ ഹൈ ടു ഓൾ, നമ്മളപ്പോൾ ഇന്ന് കെമിസ്ട്രിയിലത്തെ 3ാമത്തെ ക്ലാസ്സിലോട്ടേക്ക് പോവാണ്. നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന സെക്ഷനാണ്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഞാൻ എഴുതി കാണിച്ചു തരാം. അതിനകത്ത് എന്താണെന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. സോ പെർസെൻറ്റേജ് composition, that is equal to mass of an element in a compound, mass of an element in a compound divided by molar mass of the compound. Molar mass of the compound into 100. അവസാനം എന്താക്കണം, അതിന് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കോമ്പോസിഷൻ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടില് ഒരു ഗിവൺ എലമെന്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് ബൈ മാസ് എന്ന് പറയുന്നതാണ് എന്ത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ടേക്ക് H2O. നമ്മൾ എന്ത് ചെയ്യുക? വെള്ളം എടുക്കുക. ഓക്കെ, H2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് ചെയ്യുക? അതില് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ H2. അപ്പൊ ഇതിൽ നോക്കിയാൽ അതെന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര മാസ് ഉണ്ടെന്ന് നോക്കാം. ഹൈഡ്രജന്റെ മാസ് എത്രയാ? 1 AMU. നമ്മളിപ്പോ AMU പറയാം. അപ്പൊ ഹൈഡ്രജന്റെ ഒരു ആറ്റത്തിന്റെ മാസ് 1 AMU. ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് 1 ആറ്റം. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ആ ഒരു എലമെന്റിന്റെ മാസ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിൽ 2 ഹൈഡ്രജൻ, നമ്മൾ 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ മാസ് 1 AMU ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2 AMU. സോ 2 divided by what is the mass of total H2O? 2 പ്ലസ് ഓക്സിജന്റെ എത്രയാ? 16. സോ 18. 2 by 18 into 100. So that is equal to 1 by 9 into 100. എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ടേക്ക് ദ കാൽക്കുലേറ്റർ. സോ 1 divided by 9 into 100, that is equal to 11.111 percentage എന്നാണ് നമുക്ക് കിട്ടുക. സോ that is equal to 11.111 percentage. അതാണ് ഹൈഡ്രജന്റെ കോമ്പോസിഷൻ. സോ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് O2? രണ്ട് തരത്തിൽ നമുക്കത് കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് O2. ഫസ്റ്റത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ കിട്ടിയ സ്ഥിതിക്ക് ഈ പെർസെൻറ്റേജിന് നമ്മൾ 100 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റിന്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അതായത് 100 മൈനസ് 11.11. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 minus 11.111. So what will get 100 minus 11.111? So 100 minus 11.111. So that is equal to 88.889. So that is equal to 88.889 percentage ആണ് എന്ത് ഓക്സിജന്റെ പെർസെൻറ്റേജ് കിട്ടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ നമുക്കത് ഇതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ മാസ് ഓഫ് ദാറ്റ് എലമെന്റ്, ഓക്സിജന്റെ മാസ് എത്ര? 16. എത്ര ഓക്സിജൻ ഉണ്ട് ഇതില്? ഓക്സിജൻ ആറ്റമിക് മാസ് നോക്കാം, 16. O2 അല്ല, ജസ്റ്റ് O. 16 ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ മാസ്? 18. സോ 16 by 18 into 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ത് പോവും? 2 പോവും. 8 by 9 into 100. 8 by 9 into 100. So what is the value of 8 by 9 into 100? So 8 divided by 9 into 100. That is equal to 88.8888 എന്ന് വെച്ച് വരും. നമുക്ക് 3ാമത്തെ പൊസിഷനിൽ വെച്ച് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 88.889 എന്ന് പറഞ്ഞു കിട്ടും. So that is also equal to 88.889 percentage. So ഇനിയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ കിട്ടാം.
നിങ്ങൾക്ക് എന്നാൽ ഞാൻ ഒരു വർക്കല്ല നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വാട്ട് വിൽ ബി ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് ഈച്ച് എലമെന്റ് ഇൻ H2SO4? നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ just a question. Calculate percentage composition of H2SO4 of each element in H2SO4. Let this be a question. Okay. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് അതിൽ ഹൈഡ്രജനെ കാണാം. സോ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനൊക്കെ മുമ്പ് മിനിറ്റ് H2SO4 ടോട്ടൽ മോളാർ മാസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? ഹൈഡ്രജന്റെ മാസ് എത്രയാ? 1. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അപ്പോൾ മോളാർ മാസ് ഓഫ് H2SO4 ജസ്റ്റ് ഞാൻ ക്യാപിറ്റൽ H2SO4 എന്ന് എടുക്കുന്നത് അങ്ങനെയല്ല, ശരിക്കും എഴുതിക്കൊള്ളാം. മോളാർ മാസ് ഓഫ് H2SO4. So that is equal to കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇരിക്കട്ടെ. ഹൈഡ്രജന്റെ എണ്ണത്തിന്റെ മാസ് 1, രണ്ടെണ്ണം വരുമ്പോ 2. സോ 2 into 1 പ്ലസ് സൾഫറിന്റെ എത്രയാ? 32 പ്ലസ് ഓക്സിജന്റെ എത്രയാ? ഒരു ഓക്സിജന്റെ മാസ് എത്രയാ? 16 into 4. So that is equal to 2 plus 32 plus 16 into 4 is equal to 64. So 64 plus 30, 94 plus 2, 96 plus 2, 98. 98 gram ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ AMU. സോ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈഡ്രജന്റെ മാസ് എത്രയാ? ഇതില് 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 98 into 100. അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 2ന്റെ അടുത്ത് തന്നെ വരും. കാരണം ഇവിടെ 100/98 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ അടുത്ത് തന്നെ വരും. 1 point something എന്ന് വെച്ചിട്ട് വരും. into 2. ജസ്റ്റ് ഞാനൊന്ന് റഫ് ആയിട്ട് പറഞ്ഞു എന്നുള്ളത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2 divided by 98 into 100. കണ്ടോ? 2.0408. സോ നമുക്ക് 3 പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 0ന്റെ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2.041. എപ്പോഴും 3 ഡെസിമൽ പ്ലേസ് എങ്കിലും നിങ്ങളുടെ കാൽക്കുലേഷൻ ഉണ്ടാവണം. സോ നന്നായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ നല്ലോണം പഠിക്കണം കേട്ടോ. കുറെ ഉണ്ട് ഈ ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇതേപോലെ ഡിവിഷൻസ്, ഈ ഡെസിമൽ ഡിവിഷൻസ് ഇഷ്ടം പോലെ. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. സോ 2.040 അല്ലെങ്കിൽ 2.041. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.041%. അപ്പൊ H2SO4 H2SO4 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 2% മാത്രമേ ഉള്ളൂ എന്ത് അതിൽ ഹൈഡ്രജൻ. സെക്കൻഡ് വൺ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് സൾഫർ. സൾഫറിന്റെ മാസ് 32 ആണ്. സോ 32 ഡിവൈഡഡ് ബൈ 98 into 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അതും 32ന്റെ അടുത്ത് വരും. 32 പ്ലസ് 0.2 വെച്ചിട്ട് വരും. സോ 32 divided by 98 into 100. So that is equal to 32.653. 32.653% ആണ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. Then take the third one, oxygen. Percentage composition of oxygen that is equal to oxygen mass എത്രയാ? 16. സോറി, ഇതിലിപ്പോ എത്ര വരുന്നത്? ടോട്ടല് ഓക്സിജന്റെ മാസ് 64. So 64 divided by 98 into 100 കാണാം. അല്ലെങ്കിൽ 100ൽ നിന്നും ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്തിട്ട് കുറച്ചാലും മതി. ഏകദേശം ഒരു 64ന്റെ അടുത്ത് തന്നെ വരും. 64.7 അങ്ങനെ എന്തെങ്കിലാണ് വരിക. കാൽക്കുലേറ്റർ. So 64 divided by 98 into 100. എത്ര കിട്ടി? 65.31. ഓക്കെ, 65.31 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 65.31%. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്കുള്ള വർക്ക് എനിക്കിത് നാളെ വാട്സാപ്പ് ചെയ്ത് തരണം. ഇത് അപ്ലോഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസം എനിക്ക് വാട്സാപ്പ് ചെയ്ത് തന്നോളൂ. കാൽക്കുലേറ്റ്
percentage composition of each element in first one HNO3, second one CaCO3, ശ്രദ്ധിക്കണം, C എന്ന് വെച്ചാൽ കാൽഷ്യം, C കാർബൺ, O ഓക്സിജൻ. Third one HCl. Fourth one C2H5OH. Fifth one C6H6. Fifth one C6H6. ഈ എല്ലാത്തിന്റെയും പെർസെന്റേജ് കോമ്പോസിഷൻ കണ്ടുവച്ചോളൂ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലോട്ടേക്കാണ് പോകുന്നത്. അതാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്ന സെക്ഷൻ. മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ക്ലാസ്സിൽ എടുത്തപ്പോ. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് സെക്ഷൻ എംപിരിക്കൽ ഫോർമുല. സോ നെക്സ്റ്റ് സെക്ഷൻ എംപിരിക്കൽ ഫോർമുല. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയരാം. It gives the simplest whole number ratio of each element present in a compound. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റിന്റെയും ആറ്റങ്ങളുടെ നമ്പറിന്റെ റേഷ്യോ, ഓൺലി റേഷ്യോ, നോട്ട് ആക്ച്വൽ നമ്പർ, റേഷ്യോ തരുന്ന ആ ഒരു ഫോർമുലയെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്ന് നമ്മൾ പറയുന്നത്. സോ ലെറ്റ് us discuss more about empirical formula. Just one example. So take H2O2. Take H2O2. ഇവിടെ നോക്കിയാൽ ഹൈഡ്രജനിൽ 2 ആറ്റം, ഓക്സിജനിൽ 2 ആറ്റം. ഈ നമ്പേഴ്സിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ പോകുന്നു നോക്കുക. ശരിയല്ല, 2 പോകും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടുക. കോമൺ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടുക H1O1. ഇതാണ് H2O2 എന്ന് പറയുന്ന ആള് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ മുറിവിലൊക്കെ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്ന ഒരു മെഡിസിനൽ സൊല്യൂഷൻ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ആൻഡ് ഓൾസോ ഇയർ ബാഗ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതിന്റെ യൂസ് ഒന്നും നിങ്ങൾ അറിയണ്ട. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്ക് പിന്നെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് സംഭവം. അത് നിങ്ങൾക്ക് വെട്ടി ചെറുതാക്കി എന്ന് തോന്നുന്നു CBSE ആൻഡ് സ്റ്റേറ്റ് ചാപ്റ്റേഴ്സിന്ന്. പിന്നെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളത് പഠിക്കും. സോ അതിലത്തെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് H1O1 എന്ന് പറയുന്നത്. Then take വേറൊരു എക്സാമ്പിൾ ആണ് C2H4O2. സോ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല TF എന്ന് എഴുതുള്ളൂ. ഇതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ത് വരും? ഇതിലെല്ലാത്തിലും 2 കൂടും. സോ C1H2O1. ഇതിന്റെ അർത്ഥം ഇതിൽ ഒരു കാർബണും 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആണെന്നല്ല. ഇതിന്റെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നമ്പേഴ്സ് നമ്മൾ റേഷ്യോ 1:2:1 എന്നായിരിക്കും എന്നാണ് വരുന്നത്. ഇനി എന്താണ് ഈ എംപിരിക്കൽ ഫോർമുലയുടെ അത്യാവശ്യകത? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അൺനോൺ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാനിപ്പോ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഈ എംപിരിക്കൽ ഫോർമുല വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റിംഗ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്യുലർ മാസ് ബൈ നോവിങ് മാസ് പെർസെന്റേജ്, അല്ലെങ്കിൽ പെർസെന്റേജ് കോമ്പോസിഷൻ. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% hydrogen, 24.27% carbon, and 71.65% chlorine. Its molar mass is 90.96 gram. What are its empirical and molecular formula?
സോ ഞാൻ ഇതിന്റെ മെത്തേഡ് ജസ്റ്റ് പറയാനേക്കാൾ മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ക്വസ്റ്റ്യൻ ഞാൻ വിശദീകരിച്ച് തന്നതിന് ശേഷം എന്റെ മെത്തേഡ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കണം. ഈ ടേബിൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് 1 minute, ഇവിടെ എലമെന്റ്സ് ആദ്യം നമുക്ക് വന്നിരിക്കുന്നത് ഹൈഡ്രജൻ. സോ ലെറ്റ് ഇറ്റ് ബി H, then carbon, then chlorine, Cl. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും പെർസെന്റേജ് കോമ്പോസിഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4.05%, 24.25%, 21.65%. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അൺനോൺ കോമ്പൗണ്ട് കിട്ടി, സംതിങ് ലൈക്ക് എ സോൾട്ട്. ഒരു വെള്ള കളറിൽ ഒരു കോമ്പൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയാട്ടെ. ഇവരിത് ഈ ഫോറൻസിക്സ് എക്സ്പെർട്ട് ഒക്കെ വന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ നടത്തി ഇതിൽ എത്ര പെർസെന്റേജ് ആൾക്കാർ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്തു, ഇവര് ഡിഫൈൻ ചെയ്തു. പക്ഷെ അത് മാത്രം പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിന്റെ കെമിക്കൽ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും നമുക്ക് കിട്ടില്ല. സോ അതിന് ചെയ്യണ മെത്തേഡാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മൾ ഇപ്പോ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ ബോഡിയിൽ നിന്നും ഒരു അൺനോൺ കോമ്പൗണ്ട് ലൈക്ക് എ ടോക്സിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു വിഷാംശം കിട്ടുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ഇത് വെച്ചിട്ടാ. ഇപ്പൊ ജസ്റ്റ് കാർബണും ഹൈഡ്രജനും ക്ലോറിനും എന്താണെന്ന് വെച്ചിട്ട് അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ C2H5Cl അതൊരു പോസിബിലിറ്റി ആണ്. പിന്നെ C3H8Cl2 അതൊരു പോസിബിലിറ്റി ആണ്. അങ്ങനെ there are numerous possibilities. സോ കറക്റ്റ് അതിന്റെ എംപിരിക്കൽ ഫോർമുലയും പ്ലസ് അതിന്റെ മോളിക്കുലർ ഫോർമുലയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പെർസെന്റേജ് കോമ്പോസിഷൻ, ആണ് രണ്ടാമത്തെ കോളത്തിൽ വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ മാസ്, അതായത് മോളാർ മാസ് നമ്മൾ എടുക്കണം. മോളാർ മാസ്. ദെൻ ഈ പെർസെന്റേജ് കോമ്പോസിഷൻ ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ P എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ P. ഇവിടെ മോളാർ മാസിന് ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ M എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും ലെറ്റേഴ്സിന്റെ വലിപ്പം ഒന്ന് കൂട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് കോമ്പോസിഷൻ Pനെ അതിന്റെ മോളാർ മാസ് M കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറാണ്, അല്ലെങ്കിൽ P/M നിങ്ങൾ മാത്രം ഇട്ടാൽ മതി. ദെൻ ഇനി അതിൽ ഓരോന്നും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഹൈഡ്രജൻ എത്ര പെർസെന്റേജ്? 4.05%. സോ 4.07%. ആൻഡ് കാർബൺ എത്ര പെർസെന്റേജാ? 24.27. 24.27%. ആൻഡ് ക്ലോറിൻ എത്ര പെർസെന്റേജ് ആണ് വന്നിരിക്കുന്നത്? 71.65. ഓക്കെ. മോളാർ മാസ് നിങ്ങൾക്ക് ഓരോന്നിന്റെ അറിയണം. ഹൈഡ്രജന്റെ എത്രയാ? 1. കാർബണിന്റെ എത്രയാ? 12. ക്ലോറിന്റെ എത്രയാ? 35.5. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? പെർസെന്റേജ് കോമ്പോസിഷനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4.07 ഡിവൈഡഡ് ബൈ 1. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക ദാറ്റ് ഈസ് ഈക്വൽ ടു 4.07 തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. ദെൻ ഇവിടെ 24.27 ഡിവൈഡഡ് ബൈ 12. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 24.27 divided by 12, that is equal to 2.0225. So 2.023 നിർത്താൻ മതി. 2.023. ഇവിടെയോ 71.65 divided by 35.5.
So 71.65 divided by 35.5. So 2.018. 2.018. So that is equal to 2.018. Okay. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 4.07, 2.023, 2.018. അപ്പൊ ഇത് നമുക്ക് ഇത് രണ്ടും കൂടെ നമുക്ക് 2.02 ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2.01ന്റെ അവിടെ വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പൊ 2.02 ആവും. ഓക്കെ, 2.02. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഈ 3 ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് നോക്കാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ ആളെനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. The smallest number is 2.02. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിനെയും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ 4.07 divided by 2.02. 2.02 എത്രയായിട്ട് നമുക്ക്, that is equal to 4.07 divided by 2.02. 2.015 എന്ന് കിട്ടും. അല്ലെങ്കിൽ 2.015 2.015 and ഇവിടെ 2.02 divided by 2.02 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.02 divided by 2.02, so that is equal to 1. ഇവിടെയും 2.02 divided by 2.02, that is also equal to 1. ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മളിനി ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിക്കോളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞാലും നിങ്ങൾ ഇതേപോലെ തന്നെ മലയാളം മിക്സ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. സോ മാക്സിമം നമ്മൾ ഇതേപോലെ സയന്റിഫിക് ടേംസും എല്ലാം പറയുമ്പോൾ you should keep in mind that you always speak in English, because English is the standard language in English, sorry, the scientific world. So അത് പ്രിഫർ ചെയ്യുക, എപ്പോഴും ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്തോളൂ. സോ ഇങ്ങനെ നമുക്ക് 3 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് ഇപ്പൊ ഡെസിമൽ നമ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ എന്താക്കണം, നമ്മൾ സിമ്പിൾ ഹോൾ നമ്പർ ആക്കി മാറ്റണം. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്ത ആദ്യം പെർസെന്റേജ് കോമ്പോസിഷനെ നമ്മൾ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ നമ്പറിൽ നിന്നും ഏറ്റവും ചെറിയ ആളെന്ന് വെച്ച് എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെയും അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ എന്താക്കണം, സിമ്പിൾ ഹോൾ നമ്പർ ആക്കണം. സിമ്പിൾ ഹോൾ നമ്പർ ആക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2.015 എന്നല്ല വന്നിരിക്കുന്നത്. ഇവിടെ പോയിന്റിന് ശേഷമാണ് നമ്പർ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. സച്ച് ആസ് 2.5 എന്നാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2.5നെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഹോൾ നമ്പർ ആക്കണം. 2.5 വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 5 ആക്കാൻ പറ്റും നമുക്ക്. ആൻഡ് 1.3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 13 ആവും. ആൻഡ് 1.4 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ 1.4 into 5 ആ ഡെസിമൽ പ്ലേസ് പോയിട്ട് അവിടെ 1.4 into 5 എത്ര വരാ, 1.4 into 5 7 എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അതായത് പോയിന്റിന് ശേഷം നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന് പ്രത്യേകത ഉണ്ട്. അത് എന്താണ്, 3നേക്കാളും കുറവാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. 3 ആയാലും നെഗ്ലക്ട് ചെയ്തോ, കുഴപ്പമില്ല. അല്ല, 3 നെഗ്ലക്ട് ചെയ്യണ്ട. 3യും 3നും മുകളിലും വന്നു കഴിഞ്ഞാൽ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. 2ഉം 1 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ, ജസ്റ്റ് നെഗ്ലക്ട് ചെയ്ത് കളയാ. അതായത് 0 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ജസ്റ്റ് കളഞ്ഞേക്കുക. അപ്പൊ ഇവിടെ നോക്കണ്ട, ഇവിടെ 2.015 എന്നാണ് വന്നിരിക്കുന്നത്. പോയിന്റിന് ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ 0, അതായത് ഏതാണ്, 3നേക്കാളും ചെറുതാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് നെഗ്ലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം സിമ്പിൾ ഹോൾ നമ്പർ. സോ ഇവിടെ വന്നിരിക്കുന്ന സിമ്പിൾ ഹോൾ നമ്പർ 2, ഇവിടെ വന്നിരിക്കുന്നത് 1, ഇവിടെ വന്നിരിക്കുന്നത് 1. സോ ഇതാണ് ആ റേഷ്യോ. സോ അപ്പൊ എംപിരിക്കൽ ഫോർമുല എന്താ നമുക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല ഓരോ എലിമെന്റിനും താഴെ നമ്പേഴ്സ് എഴുതാം.
H2 C1 Cl1 or നമ്മൾ എപ്പോഴും കാർബൺ നമ്മൾ ആദ്യമാണ് എഴുതുക. അപ്പോൾ C1 H2 Cl1 ഇതാണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മോളിക്കുലർ മാസ് കാണണം. അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലേനെ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല നമ്മൾ കിട്ടിയിട്ടില്ലേ, ഇതിന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് വൺ ചെയ്യണത് എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് that is equal to എത്ര കാർബണിന്റെ ഒരെണ്ണം, കാർബണിന്റെ മാസ് എത്രയാ 12 പ്ലസ് ഹൈഡ്രജന്റെ നമ്പർ എത്ര 2 അപ്പൊ 2 പ്ലസ് ക്ലോറിന്റെ എത്രയാ 35.5 that is equal to ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 12 plus 2 plus 35.5 that is equal to 49.5. So that is equal to 49.5. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അത്രയും ഗ്രാമിന് കൊടുത്തോട്ടെ. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് വാട്ട് ആർ ഇറ്റ്സ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. അല്ല, ഇതിന്റെ മോളാർ മാസ് നമുക്ക് 98.96 എന്ന് പറയുന്നുണ്ട്. ഈ എംപിരിക്കൽ ഫോർമുല മാസിനെ നമ്മൾ എന്ത് ചെയ്യാം, മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, EFM എന്ന് എഴുതുന്നുണ്ട്, എംപിരിക്കൽ ഫോർമുല മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 98.96 ഡിവൈഡഡ് ബൈ 49.5 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ഒന്ന് നോക്കാം. 98.96 divided by 49.5 that is equal to 1.999 or just round off it to 2 that is equal to 1.999 or approximately equal to 2. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എംപിരിക്കൽ ഫോർമുല ആയിട്ട് ഓരോ ആൾക്കാരും മൾട്ടിപ്ലൈ ചെയ്യുക. സോ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കാർബൺ നമ്പർ 1 into 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ C2, ഹൈഡ്രജൻ നമ്പർ 2 into 2 4, ക്ലോറിൻ നമ്പർ 1 into 2 സോ 2. സോ ഇതാണ് എന്ത് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. സോ സ്റ്റെപ്സ് അതിന് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ പ്രോബ്ലം വെച്ചിട്ട് കാര്യം മനസ്സിലാക്കിക്കോളൂ. സ്റ്റെപ്പ് 1, അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കേട്ട് വെച്ചാൽ മാത്രം മതി, ബുക്കിൽ എഴുതാനൊന്നും നിർബന്ധമൊന്നുമില്ല. സ്റ്റെപ്പ് 1, ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് കോമ്പോസിഷൻ എന്ത് ചെയ്യുക, ടേബിൾ വരച്ചിട്ട് എഴുതുക. സ്റ്റെപ്പ് 2, ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് കോമ്പോസിഷനെ അതിന്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്റ്റെപ്പ് 3, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ട് കിട്ടും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 4.07, 2.02, 2.02 അങ്ങനെ. ആ ഡെസിമൽ നമ്പേഴ്സിലെ ഏറ്റവും കുഞ്ഞൻ, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആരാണെന്ന് നോക്കുക, അത് വെച്ചിട്ട് എല്ലാ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. സോ 4.07 by 2.02, 2.02 divided by 2.02, 2.02 divided by 2.02. അപ്പൊ വേറൊരു ഡെസിമൽ നമ്പർ കിട്ടും. ആ ഡെസിമൽ നമ്പറിനെ ഒന്നെങ്കിൽ ഡെസിമൽ പ്ലേസ് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ സൂട്ടബിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ അതിനെ എന്താക്കുക, സിമ്പിൾ ഹോൾ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റാം. Then you get the ratio of elements in a given molecule. So that is the empirical formula. അതിനുശേഷം എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കാണാം. മോളിക്കുലർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ നമ്പർ കൊണ്ട് എംപിരിക്കൽ ഫോർമുലയിലത്തെ ഓരോ ആൾക്കാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ യു വിൽ ഗെറ്റ് വാട്ട് ദ മോളിക്കുലർ ഫോർമുല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് എഴുതി പഠിക്കുക. നമ്മൾ ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ടേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഹോംവർക്ക് തരാം. സോ ഇതാണ് ഹോംവർക്ക്. ഡിറ്റർമൈൻ empirical formula of an oxide of iron which has 69.9% iron and remaining percentage oxygen. ഇത് ടെക്സ്റ്റ് ബുക്കിലത്തെ നോൺ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ആയിട്ടുള്ള എക്സസൈസ് ഭാഗത്ത് 1.3 പ്രോബ്ലം ആണ് കേട്ടോ. ഇത് പ്രോബ്ലം 1.3 പേജ് നമ്പർ 22 നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയുള്ള പ്രോബ്ലം ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തു വരാം. സോ നമ്മൾ അടുത്ത സെക്ഷനിലോട്ടേക്ക് പോവാണ്. അതാണ് സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ടേക്ക് പോവാം.
അപ്പൊ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മോളാർ മാസും നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസും അതിന്റെ വോളിയം തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്ന റെഫർ ചെയ്തിട്ട് വരാം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത് നമ്മൾ സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. സീ യു, ബൈ ബൈ.